അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ 50 ലക്ഷം രൂപ വിലയുള്ള ടിഗ്വാൻ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ടിഗ്വാന്റെ R-Line എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വണ്ടിയുടെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വരുന്ന 2 ലിറ്റർ ടർബോ സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ ഈവോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 200 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 320 Nm ടോർക്ക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് എങ്ങനെ ഇത്ര എക്സ്പെൻസീവ് ആയെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആണ്. അതായത് ഇത് നമ്മുടെ ഇന്ത്യയിൽ അസംബിൾ ചെയ്തിട്ടുള്ളതല്ല. പണ്ടത്തെ ടിഗ്വാൻ നമ്മുടെ ഇന്ത്യയിൽ അസംബിൾ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പ്രൈസ് കുറഞ്ഞിരുന്നത്. ഏകദേശം ഒരു 10 lakhs അടുത്ത് കുറവായിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ജർമ്മനിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ടിഗ്വാൻ ആണ്. അതും കുറച്ചുകൂടി സ്പോർട്ട്നെസ് കൂടിയ ഒരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു വണ്ടിയുടെ റിയൽ പ്രൈസിനായിട്ടും 100 അല്ലെങ്കിൽ 165% വരെ നമുക്ക് ഇതിന്റെ പ്രൈസ് കൂടിയിട്ടാണ് ഇന്ത്യയിൽ വരാൻ സാധ്യത. ഇത് കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു വാഹനം നമ്മുടെ ഇന്ത്യയിലേക്ക് നല്ല രീതിയിൽ സെയിൽസ് നടക്കാൻ ചാൻസ് ഉണ്ടോ? അതോ ഈ ഒരു പ്രൈസിന് കിട്ടുന്ന നമ്മുടെ BMW, ബെൻസ് പോലെയുള്ള കാറുകളുടെ ബേസ് മോഡലായിരിക്കും ആൾക്കാർ പ്രിഫർ ചെയ്യാൻ ചാൻസ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം.